എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇന്നലെ കാണിച്ച ഒരു മല കയറാനാണ് പോകുന്നത്. അപ്പോൾ അതിലേക്കുള്ള വഴിയാണിത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ. നമ്മളാ വഴിയെ നടക്കുവാണ്. ആന്ധ്രാപ്രദേശിലുള്ള പുട്ടപർത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനുള്ളത്. ഇന്നലെ 2 മല കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു മലയുടെ മുകളിലേക്ക് കയറാനാണ് പോകുന്നത്. ഡ്രസ്സ് നോക്കണ്ട, ഇവിടെ വൈറ്റ് ആൻഡ് വൈറ്റാണ് കൂടുതൽ. നിങ്ങൾ കാണുന്നുണ്ടോ? അധികം ആൾക്കാരും വൈറ്റാണ് ഇടുക. അതുകൊണ്ടാണ് ഞാനും വൈറ്റ് ഇട്ടത്. അവിടെ എത്ര മണിക്കാണ് പ്രവേശനം തുടങ്ങുകയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു രാവിലെ പ്രവേശനം ഉണ്ടാവുന്നു. ഫുൾ പ്രവേശനം ഉണ്ടെങ്കിൽ ഞാൻ എല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. ഒരിക്കൽ ഞാൻ ഇതേ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നുമല്ല, ജസ്റ്റ് ഒരു കുറേ കാര്യങ്ങൾ കാണിക്കുന്നതിൻ്റെ ഇടയിൽ ആ ഒരു വീഡിയോ കാണിച്ചു എന്നേ ഉള്ളൂ. ഇതൊക്കെ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇവിടെ ഒന്നും ഹെൽമെറ്റ് ആരും ധരിക്കില്ല. ഇന്ന് വണ്ടി എടുത്തിട്ടില്ല, നടന്നു പോവാണ്. ഇന്ന് വണ്ടി എടുക്കേണ്ട ദൂരമല്ല, ചെറിയ ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് നടന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ മലയിലേക്ക് കയറുക വേണ്ടത്. സാധനങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം. നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. ഭക്തിമാർഗം ഉള്ള സാധനങ്ങളായിരിക്കും. ഈ ഒരു മാല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഓൺലൈനായിട്ടൊക്കെ വിൽക്കുന്നതാണ്. കണ്ടില്ലേ? ഇതിവിടെ 10-20 രൂപയ്ക്ക് കിട്ടുന്നതാണ്. ഒറിജിനൽ രുദ്രാക്ഷം കിട്ടും കേട്ടോ. ഇവിടെ ചെടിയിൽ തന്നെ കിട്ടും. രുദ്രാക്ഷം താല്പര്യമുള്ളവർക്ക് ഇവിടുന്ന് വാങ്ങാം. രുദ്രാക്ഷം ഒറിജിനലായിരിക്കും. ചെടിയിൽ നിന്ന് അന്നേരം പറിച്ചിട്ട്, അതായത് അതിൻ്റെ തണ്ടോടെ ഉണ്ടാവുക, അതിൽ നിന്ന് പറിച്ചിട്ട് അന്നേരം തന്നെ ഓർണമെൻറ്റ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നമുക്ക് ഈ സ്റ്റെപ്പാണ് കയറേണ്ടത്. കയറിയിട്ടാണ് മലയുടെ മുകളിലെത്തുക. ഓക്കെ. അപ്പം ഞാൻ സ്റ്റെപ്പ് കയറുവാണ്. ഒരുപാട് സ്റ്റെപ്പുണ്ട്. നടന്ന് ക്ഷീണിക്കും. രാവിലത്തെ ടൈം ആയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് മെല്ലെ കയറി തുടങ്ങാം. കയറുന്നതിൻ്റെ ഇടയിൽ തന്നെ പൂക്കളും മറ്റും വിൽക്കുന്ന കടകളുണ്ടാവും. നയിച്ചായി ഇതൊരു കടയാണ്. ഇവിടെ അവർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുത്തും
ഈ ഭഗവാന് വേണ്ടിയിട്ടുള്ള എഴുത്ത് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ കിട്ടുന്നുള്ളതാണ്. മലയാളം हाँ वो मालूम है हाँ वो मालूम है मैं अभी भगवान का वीडियो बना रहा हूँ വീഡിയോ ബനാക്കി ആത്താവും. ഇവിടെ ഇതിൻ്റെ മുകളിലൊരു വൃക്ഷമുണ്ട്, വടവൃക്ഷം എന്നാണ് പറയുക. അപ്പോൾ അവിടെ ഇവരുടെ ഭക്തി പ്രകാരം ഭഗവാൻ ശ്രീ സത്യസായി ബാബ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞുതരാം. ഈ മലയുടെ മുകളിലായിട്ട് ഒരു വൃക്ഷമുണ്ട്, വടവൃക്ഷം എന്നാണ് പറയുക. അതിൽ ഭഗവാൻ ശ്രീ സത്യസായി ബാബ ചെറുപ്പകാലത്ത് ഇവിടെ സ്കൂളിൽ ഉള്ള കുട്ടികളുമായിട്ട് ഇതിൻ്റെ മലമുകളിൽ വരികയും ഇപ്പം കുട്ടികൾ വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആപ്പിള്, മുന്തിരി, എല്ലാ ഫ്രൂട്ട്സും ഈ ഒരു പുളിമരത്തു നിന്ന് പറിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഐതിഹ്യം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അതിനാണ് ആ ഒരു കടലാസിൻ്റെ ഇത് നേരത്തെ കാണിച്ചില്ലേ, അതിൽ എഴുതിയിട്ട് അവിടെ കെട്ടിത്തൂക്കി കഴിഞ്ഞാൽ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവും, അസുഖം മാറേണ്ടവർക്ക് മാറും. ഇതൊക്കെ അവരുടെ വിശ്വാസമാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഐതിഹ്യം. അപ്പോൾ ഞാൻ ആ വൃക്ഷം കാണിക്കാനാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നടന്ന് കയറാം, ബാക്കി കയറിക്കൊണ്ട് കാര്യങ്ങൾ പറയാം. ഓക്കെ, ഐതിഹ്യം മനസ്സിലായല്ലോ. ഇനി നമ്മൾ നേരെ പോകുന്നത് മലയുടെ മുകളിലേക്ക്. ഇങ്ങോട്ടൊക്കെ വഴിയുണ്ട്, ഇവരൊക്കെ താമസിക്കുന്നതാണ്. മലമുകളിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കണ്ട, അയ്യോ ഇതെന്തോടെ കാടൊന്നും കാണാത്ത, മലയൊന്നും കാണാത്ത, ഇത് സ്റ്റെപ്പ് കയറി പോവുക. ഇവിടെയൊക്കെ കച്ചവടക്കാരുണ്ട്, നമുക്ക് ഇവിടെ നിന്നെല്ലാം വാങ്ങിയിട്ട് പോവാം. നയിച്ചായി എമ്മയാ ആയേക്കാം. ആ, ഒരുപാട് പടികൾ കയറാനുണ്ട്. മെല്ലെ കയറി മുകളിലേക്ക് എത്താം. പിന്നെ യാചകർ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവുമല്ലോ. കാട് സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് അങ്ങോട്ടേക്ക് കാടാണ്, പക്ഷേ സ്റ്റെപ്പ് ഉണ്ടാവും. സ്റ്റെപ്പ് വഴി നമുക്കങ്ങ് കയറാം. കാണുന്നില്ലേ, സൈഡിൽ കാടാണ്. മല അങ്ങ് എത്തുന്നത് വരെ സ്റ്റെപ്പുകളായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ലെറ്റർ എഴുതി വെക്കുന്നത്. പല സ്ഥലത്തും ഇതേപോലെ കെട്ടി തൂക്കിയിട്ടുണ്ടാവും. നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് എഴുതി കെട്ടി തൂക്കി കഴിഞ്ഞാൽ അത് നടക്കുമെന്നാണ് വിശ്വാസം. ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ കെട്ടിയിട്ടുണ്ടാവും. ഈ മലമുകളിലേക്കാണ് ചിത്രാവതി നദിയിൽ നിന്ന് വെള്ളം മോട്ടർ വഴി പൈപ്പ് വഴി കയറ്റിയിട്ട് നേരെ വലിയൊരു ടാങ്കുണ്ട്, ആ ടാങ്കിലേക്ക് എത്തിക്കുന്നത്. അവിടെ വെച്ചിട്ട് ഗ്രാമങ്ങളിലേക്ക് പാസ് ചെയ്യും വെള്ളം. അതൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ മുകളിൽ കരടി, നരി ഇതൊക്കെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയത്ത് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, റെസ്ട്രിക്ഷൻ ഉണ്ടാവും, അത് ബന്ദ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇറങ്ങുന്ന സമയമാണെങ്കിൽ അത് ബന്ദ് ചെയ്ത് വെക്കും, അപ്പോൾ അങ്ങോട്ടേക്ക് കയറാൻ കഴിയില്ല. അല്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഉള്ളിലോളം കയറി കാടൊക്കെ നടന്ന് കാണാൻ പറ്റും. അല്ലെ ഗേറ്റ് പൂട്ടിയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം, ഭാഗ്യമുണ്ടെങ്കിൽ പുലിയൊന്നും പിടിച്ച് ഇറങ്ങുന്ന സമയമല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറി ആ മനോഹരമായ വ്യൂ ഒക്കെ പകർത്തിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോവാം. ഞാൻ ഈ ഒരു കാഴ്ച കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്നതാണ്. ഓക്കെ, എന്നെ ഒരുപാട് സ്റ്റെപ്പുകൾ കയറാനുണ്ട്. ഇനി ഇങ്ങോട്ട് വരുന്ന കടകളാണ്. രണ്ട് സൈഡിലും മൂർത്തീസാണ്.
നിങ്ങൾക്ക് ഏത് തരം മോട്ടീവ്സ് വേണമെങ്കിലും ഇവിടുന്ന് സെലക്ട് ചെയ്യാം, എടുക്കാം. അതിന് മാല, ശബരിമലയൊക്കെ ഉള്ള പോലെ തന്നെ തിരിച്ചിറങ്ങുമ്പം കച്ചവടക്കാർ അതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. ആളുകൾ വന്നു തുടങ്ങിയില്ല, ഇവരൊക്കെ ഒരുക്കി വെക്കുവാണ്. കാണുന്നില്ലേ ഈ എഴുത്ത്? നമുക്കിത് വാങ്ങിയിട്ട് ഇതിൽ എഴുതിയിട്ട് അവിടെ കെട്ടി തൂക്കാം. എന്നാൽ നമ്മൾ ആഗ്രഹങ്ങൾ എന്താണോ അത് സഫലീകരിക്കുന്നതാണ് വിശ്വാസം. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, ഇല്ലാത്തവർക്ക് അത് വിടാം. നമ്മൾ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നടന്ന് കണ്ട് എല്ലാവരിലും എത്തിക്കുന്നു എന്ന് മാത്രം. ഇവർ രാവിലെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നതിന് പകരം സായിരാം എന്ന് പറയും. നമ്മൾ തിരിച്ചും സായിരാം പറയും. ഇതിവിടെ കണ്ടൊരു ചേച്ചിയാണ്, കുറച്ചൊക്കെ മലയാളം അറിയാം. ഞാൻ പൈപ്പ് കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, ഇതാണ് പൈപ്പ്. ആ ചിത്രാവതി നദിയിൽ നിന്ന് നേരെ ഈ പൈപ്പാണ്, ഈ പൈപ്പ് വഴിയാണ് വെള്ളം ടാങ്കിലേക്ക് കയറുക. കാട് വഴിയാണ് കയറുന്നത്. കുറച്ച് കഷ്ടപ്പെട്ടു ഇതിൻ്റെ ഉള്ളിലെത്താൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ആ പൈപ്പ് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആ നദിയിൽ നിന്ന് വരുന്ന പൈപ്പാണിത്. ഇതുപോലുള്ള പല പൈപ്പുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ ഏകദേശം നടന്നെത്താൻ പറ്റുന്ന ഒരു സ്ഥലത്തെ കൂടെ വന്നിട്ടാണ് ഞാൻ ആ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. അത് കാണിച്ചു തരാനായിട്ട്. കാടാണ്, അതുകൊണ്ടാണ് പ്രശ്നം. കൊതുവുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം സ്റ്റെപ്പ് കയറി തുടങ്ങാം മുകളിലേക്ക്. ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഏകദേശം പുറത്തെത്തിയിട്ടുണ്ട്. ഇനി സ്റ്റെപ്പിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് കയറി തുടങ്ങാം. നല്ല കൊതുവുണ്ട്, നല്ല ഈച്ചയാണ്. കഷ്ടപ്പെട്ടിട്ട് ഇറങ്ങിപ്പോയ സ്ഥലങ്ങളാണ്. കാടാണ് പുറകിൽ. ആ പൈപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ സ്റ്റെപ്പിൻ്റെ അടുക്ക് എത്തി. ഇനി സ്റ്റെപ്പ് കയറുകയാണ്. ബാക്കിയുള്ള സ്റ്റെപ്പുകൾ കുറച്ച് കൊതച്ചു, എന്നാലും പ്രശ്നമില്ല. എന്താ വെച്ചാൽ ഒരുപാട് സ്റ്റെപ്പ് കയറി. എല്ലാ സ്റ്റെപ്പും നിങ്ങളെ വീഡിയോയിൽ കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കുറച്ചേ ഞാൻ കാണിക്കുന്നുള്ളൂ. നേരത്തെ താഴേന്ന് കാണിച്ച പൈപ്പില്ലേ, അതിതാ പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ അറ്റ്ലാസ്റ്റ് എൻഡിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കാണുന്നില്ലേ, ഈ പൈപ്പ് ഇവിടെയൊക്കെയാണ് എത്തുക. ഇവിടുന്ന് നേരെ മുകളിൽ ടാങ്ക് ഉണ്ട്, ആടത്തേക്കാണ് ഞാൻ പോകുന്നത്. എന്നിട്ട് വടവൃക്ഷത്തിൻ്റെ അടുത്തേക്ക് വരാം. നിൽക്കി ഇരുന്നിട്ട് ആളുകൾ എഴുതുവാണ്. ഇവരുടെ ആവശ്യങ്ങൾ എഴുതിയിട്ട് ഇവിടെ ഇതേപോലെ കെട്ടി തൂക്കുകയാണ് ചെയ്യുക. നേരെ മുകളിൽ കാണുന്നതാണ് ടാങ്ക്. ഈ ടാങ്കിലേക്കാണ് വെള്ളം എത്തുക. കാണുന്നില്ലേ, ഒരുപാട് പൈപ്പുകൾ ഇതിലൂടെ വരുന്നുണ്ട്. ഇത് കൈത്താങ്ങ് വെച്ചതല്ല കേട്ടോ, ഇത് വെള്ളം പോകുന്ന പൈപ്പാണ്. അല്ലാണ്ട് പിടിച്ചു കയറാൻ വേണ്ടി കൈത്താങ്ങ് വെച്ചതാണെന്ന് ആരും വിചാരിക്കണ്ട. താഴേന്നേ ആ നദിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അത് നേരെ കുറച്ച് കഷ്ടപ്പാടുണ്ട്, എന്നാലും കയറാം. പണ്ട് ഗേറ്റ് ഓപ്പണായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പുലിയൊക്കെ ഇറങ്ങുന്ന സമയമാണെങ്കിൽ അത് അടച്ചിടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ എന്തിനാണ് അവർക്ക് തീറ്റ കൊടുക്കുന്നത് നമ്മളായിട്ട്. അവരവിടെയുള്ള ജീവിനെങ്ങാറ്റും പിടിച്ച് തിന്നിട്ട് വിശപ്പടക്കിക്കോട്ടെ. ഇങ്ങോട്ട് കാടാണ്. ഇതിൻ്റെ പുറകു വശം അങ്ങോട്ട് വഴികളുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ടോയെന്നും അറിയില്ല.
അങ്ങോട്ട് കാണുന്നില്ലേ, സ്റ്റെപ്പും വഴികളും ഉണ്ട്, നേരെ കാട്ടിലേക്കാണ് എത്തുക. പക്ഷേ ഇപ്പോഴും ഇത് അടച്ചിട്ടിട്ടുള്ളത് പുലിയോ നരിയോ കരടിയോ എന്തെങ്കിലും കയറുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും അടച്ചിട്ടത്. ഇതിലൂടെ ഒരു വഴിയുണ്ട്, നോക്കാം. സുഹൃത്തുക്കളെ, ഞാൻ എങ്ങനെയൊക്കെയോ പാറേൻ്റെ ഇടുക്കി എത്തി. പക്ഷെ ഇതിൻ്റെ പുറകിലാണ് വലിയ കാടുള്ളത്. കയറി കാണിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. നമ്മളഥവാ കയറിയിട്ട് വല്ല പുലിയോ കരടിയോ നമ്മളെ ആക്രമിച്ചാൽ നാളെ അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് കയറണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്രയും വരെ എത്തി. ഇതിൻ്റെ താഴോട്ടേക്ക് അത്രയും കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അത്രയും ദൂരം ഞാൻ കയറിയിട്ടാണ് വന്നത്. കുറച്ചൊക്കെ കൂടെ കയറിയാൽ കാട്ടിൻ്റെ ഉള്ളിൽ എത്തുമായിരുന്നു. പക്ഷെ കയറാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇവിടെയുള്ള ആളുകൾ പറയുന്നത് കയറാൻ പാടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരടി ഇറങ്ങിയിട്ടാണ് പോലും ഉള്ളത്. കരടി ഇറങ്ങിയ സമയമാണെങ്കിൽ അതിൻ്റെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ ദ്രോഹിക്കാൻ വരുന്നതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആക്രമിക്കും, കൊന്നിട്ടിട്ട് പോവേ ഉള്ളൂ. ചിലപ്പം ജീവൻ കിട്ടും, ചിലപ്പം ജീവൻ കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താ ചെയ്യുക, നമ്മൾ കയറാതിരിക്കുകയല്ലേ നല്ലത്. അതുകൊണ്ട് കയറുന്നില്ല. ചെറുതായിട്ട് വേർത്തു, അത്രയേ ഉള്ളൂ. ഒരുപാട് ദൂരം കയറി അങ്ങ് മലേൻ്റെ ഇടുക്കി എത്തിയതാണ്. നല്ല സുഖമാണ് കേട്ടോ ഇവിടെ, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇറങ്ങാനുണ്ട്, കുറേ ഇറങ്ങാനുണ്ട്. ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വടവൃക്ഷം കാണിച്ചു തരാം. വടവൃക്ഷം എത്രത്തോളം കാണാൻ പറ്റുമെന്നറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ അലൗഡ് ആണോ എന്നും അറിയില്ല. ഞാൻ ആ വടവൃക്ഷം കാണിക്കാതെയാണ് കയറിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. കുറച്ച് അമ്മയുടെ ഇരിക്കട്ടെ. ഒരുപാട് കുന്ന് കയറി മുകളിലെത്തിയിട്ടുള്ളത്. ഞാൻ കാട്ടിലേക്ക് ചെറിയൊരു വഴി ഉണ്ടായിരുന്നു ഇവിടെ, പക്ഷെ അതൊക്കെ ഇവർ അടച്ചിട്ടാണ് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ വഴിയിലൂടെ കയറിക്കഴിഞ്ഞാൽ ഇത് ചെറിയൊരു വഴിയായിരുന്നു. ഇത് ഇവർ സിമെൻ്റ് ഇട്ട്, ഇത് പാറയല്ല കല്ല് വെച്ചിട്ട് അടച്ചതാണ്. ഇത് ഈ രണ്ട് പാറേൻ്റെ ഇടയിലേക്കൂടെ കയറിപ്പോകാനൊരു വഴി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതിലൂടെ കയറിയിട്ട് നിങ്ങൾക്ക് ആ കാടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അത് അവരടച്ചു. കാരണം എന്താ വെച്ചാൽ ഈ മതിലിൻ്റെ അപ്പുറം കാട്ടുവഴിയാണ്. അപ്പോൾ അത് ഈ കരടി ഇറങ്ങിയതുകൊണ്ട് കരടി ഇതിൻ്റെ അടുത്ത് എവിടെയോ ആണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി ഇത് കാണാം. കൂട്ടുകാരെ, കുറച്ച് ദുർഘടം പിടിച്ചതാണെങ്കിലും ഞാൻ ആ കാട്ട് വഴിയിലേക്ക് കയറി. കരടി വന്നാൽ എന്ത് ചെയ്യുമെന്ന് അറിയില്ല, പക്ഷേങ്കിൽ ഞാൻ കയറി. കുറച്ച് കാട്ട് വഴിയാണ്, അങ്ങോട്ടൊന്നും അധികം ഞാൻ പോകുന്നില്ല. അഥവാ കരടിയോ മറ്റോ വന്നാൽ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, ഫുൾ കാടാണ്. ഇവിടുന്ന് വല്ല അപകടവും സംഭവിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എങ്കിൽ നമ്മളങ്ങനെ യാത്ര ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ കയറാതിരിക്കുന്നത് മോശമല്ലേ? നമ്മൾ കയറിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഞാൻ കുറേ ദൂരം നടന്ന് വന്നിട്ടോ. തിരിച്ചു പോക്ക് എങ്ങനെയാണെന്നറിയില്ല. 25ഓളം ഗ്രാമങ്ങൾ ദത്തെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതിലൊരു ഗ്രാമത്തിൻ്റെ വ്യൂ ഇതിലൂടെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഇതിലേക്ക് പോകുന്ന പൈപ്പ് കാണുന്നില്ലേ വെള്ളത്തിൻ്റെ, മുമ്പ് അപ്പുറത്തൊക്കെ പോകാൻ പറ്റുമായിരുന്നു, റെസ്ട്രിക്റ്റഡ് ആണ്. ഇതിൽ കാണുന്നില്ല ഒരു വെള്ള കളറ്, ഇതൊരു ഗ്രാമമാണ് കേട്ടോ. അതിൽ ഏകദേശം 400ഓളം വീടുകളുണ്ടാവും. അപ്പോൾ ആ വീടുകൾ ദത്തെടുത്തിട്ടുള്ളത്. ചിത്രാവതി നദി നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഈ നദിയിൽ നിന്നാണ് പൈപ്പിലൂടെ വെള്ളം നേരെ കയറ്റിയിട്ട് മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടുന്ന് ഇതുപോലുള്ള ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് കാണിക്കാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് മലയോളം കയറിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ നദിയും മലയും കാണിക്കലാണ്. ഇനി വടവൃക്ഷം കാണിക്കാനുണ്ട്. ഞാൻ അവിടത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ഈ മലമുകളിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കൾ. കരടി വന്നാൽ തെണ്ടും. ഇവിടുന്ന് ഏടി ഓടാനോ
ചാടാൻ ഒരു സ്ഥലവുമില്ല. ഈ ആര്യവേപ്പ് എന്ന് പറയുന്നില്ലേ, ആര്യവേപ്പിൻ്റെ ചെടിയും പുളിമരമാണ് ഇതിൻ്റെ മുകളിൽ ഏറ്റവും കൂടുതലുള്ളത്. അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാണുന്നില്ലേ, ചിത്രാവതി നദിയാണിത്. മലമുകളിൽ എത്തിയിരിക്കുകയാണ്. അങ്ങ് കാണുന്നതാണ് ഗ്രാമം. അതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. നല്ല സുഖമാണ് കേട്ടോ ഇവിടെ ഇരിക്കാൻ. പാറയാണ്, പാറ. ഓക്കെ, അടുത്തതായി വടവൃക്ഷത്തിലേക്ക് പോകാം. അധികം വീഡിയോ ഞാൻ നീട്ടുന്നില്ല. പിന്നെ അധിക നേരം ഇവിടെ നിൽക്കാനും കഴിയില്ല. വല്ല കരടിയോ അങ്ങേറ്റം വന്നാൽ തീർന്നു. അപ്പം ശരി, നമുക്ക് വടവൃക്ഷം അടുത്തതായി കാണാം. സായിരാം, നമ്മൾ ഇവിടെ എത്തിയിട്ടാണ് ഉള്ളത്. ഇനി സ്റ്റെപ്പുകൾ ഇറങ്ങണം. കാട്ടിൻ്റെ ഉള്ളിലേ കൂടെ പോയ വഴിയേ ഇത്. ഇവിടുന്ന് കഷ്ടപ്പെട്ടിട്ട് അവിടെ നിന്നൊന്നും മൊബൈൽ എടുക്കാൻ കഴിയില്ല, വീഡിയോ എടുക്കാൻ കഴിയില്ല. എപ്പോൾ താഴെ പോയി എന്ന് ചോദിച്ചാൽ മതി. താഴെ പോയാൽ പിന്നെ ശരീരം പോലും കിട്ടൂല. അതുകൊണ്ട് ഞാനിത് സ്റ്റെപ്പ് എത്തിയതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. ഇനി വടവൃക്ഷത്തിലേക്ക് പോവാം. കുറച്ച് ദൂരം, കാലൊക്കെ വിറക്കുന്നു. കാരണം ഒരുപാട് കയറിയേ മല. ഓക്കെ, രാവിലെ 8 മണിക്ക് കയറാൻ തുടങ്ങിയതാണ്. ഇപ്പം സമയം ഏകദേശം 10 മണിയാവാനാവും. 8:09, 9:30 ആയി. ഇവരിടുന്ന് പോയില്ല കേട്ടോ, ഇവരിപ്പോഴും ഇവിടെ തന്നെയുണ്ട്. സായിറാം, നമ്മളിവിടെ ചെരുപ്പ് വെച്ചിട്ട് നേരെ വടവൃക്ഷത്തിലേക്ക് പോവാണ്. ഇത് തുറക്കൂല കേട്ടോ, കാരണം റെസ്ട്രിക്റ്റഡാണ്. ഇതേതോ ഒരു സമയം മാത്രമേ തുറക്കൂലൂ, പൂജേൻ്റെ ആ സമയം മാത്രമേ തുറക്കൂലൂ. അതിൻ്റെ അപ്പുറത്താണ് വടവൃക്ഷം ഉള്ളത്. ഇവിടെ എല്ലാവരും എഴുതിയിട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അയ്യോ, നിങ്ങൾക്ക് അത് മാത്രം ഇത്രയും കഷ്ടപ്പെട്ട് കയറിയിട്ട് വടവൃക്ഷം കാണിച്ചു തരാൻ പറ്റിയില്ല. ഭക്തരാരെങ്കിലും ഉണ്ടെങ്കിൽ ചെറുതായിട്ട് കണ്ടോളൂ. ഇതിൻ്റെ ഇടയിലൂടെ കാണുന്നതാണ് വടവൃക്ഷം. അതിൻ്റെ ഇരിക്കുന്ന തറയാണ് അവിടെ കാണുന്നത്. അതിൻ്റെ ഉള്ളിലാണ് വടവൃക്ഷം ഉള്ളത്. എത്രയോ വർഷങ്ങളായിട്ട് അവിടെയുള്ള മരമാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ നിന്നാണ് ആപ്പിള്, മുന്തിരി, ഓറഞ്ചൊക്കെ സായിബാബ പറിച്ച് കുട്ടികൾക്ക് കൊടുത്തു എന്ന് പറയപ്പെടുന്നു. ഓക്കെ സുഹൃത്തുക്കളെ, വടവൃക്ഷത്തിൻ്റെ മുമ്പിലാണ് ഉള്ളത്. ഈ ഗേറ്റ് ഓപ്പൺ അല്ല, അല്ലെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് കയറായിരുന്നു. ഇനി ഞാൻ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇറങ്ങിയിട്ട് എൻ്റെ ബാക്കിയുള്ള പരിപാടികളിലേക്ക് കിടക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇന്നത്തെ വീഡിയോ ഇത്രയാണുള്ളത്. കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഞാൻ കുറച്ച് കാട്ടിലേക്കൊക്കെ കയറി. ആരും കണ്ടില്ല, കാണാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ഓക്കെ, കുറച്ച് തളർന്നു, എന്നാലും പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടല്ലേ, അപ്പോൾ തളരുന്നതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും വരാം. ബായ്.